ആപ്കി അദാലത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന് മേലുള്ള ആദ്യത്തെ കുറ്റാരോപണം. ഇദ്ദേഹം ഡിപ്ലോമസിയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൊളിറ്റിക്സിൽ ജയിക്കാൻ നോക്കുന്നു. ജയശങ്കർ സർ, താങ്കളിപ്പോൾ ഡിപ്ലോമാറ്റിനേക്കാൾ കൂടുതൽ രാഷ്ട്രീയക്കാരനാണെന്ന് സമ്മതിക്കുകയാണ്. G20യുടെ വിജയത്തിനെക്കുറിച്ച് പല കഥകളും ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അമേരിക്കയുടെ പ്രസിഡന്റ് ജോ ബൈഡനും പ്രശംസിക്കുകയുണ്ടായി, റഷ്യൻ പ്രസിഡന്റും പ്രശംസിച്ചു. അദ്ദേഹം ഇവിടെ വന്നില്ല, എന്നാലും പ്രശംസിച്ചു. ഞാൻ അറിഞ്ഞിടത്തോളം ഇന്ത്യ ഇക്കാര്യങ്ങൾ വളരെ നന്നായിട്ട് ചെയ്തു എന്ന് ചൈനയും പ്രശംസിച്ചതായിട്ടാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ലാലു യാദവ് സാർ എന്താ പറയുന്നതെന്ന് വെച്ചാ, വെറുതെ ഇത്രയും ചെലവ് ചെയ്ത് കാശ് വെറുതെ കളഞ്ഞു, എന്ത് പ്രയോജനമാണെന്ന് ചോദിക്കുന്നു. അതെന്താന്ന് വെച്ചാല് നമ്മൾ ലാലുജീനെ എല്ലാവരും ബഹുമാനിക്കാറുണ്ടല്ലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പിന്നെ നിങ്ങൾ ബൈഡന്റെയും പുറ്റിന്റെയും ഒക്കെ പേരെടുത്തപ്പോൾ അവരുടെ കൂടെ നിങ്ങൾ ലാലുജിയുടെയും പേരെടുക്കുന്നത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണല്ലോ. അപ്പോൾ നമ്മളെ പറ്റിയുള്ള നല്ല കാര്യങ്ങൾ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഇത് തന്നെയാണ് നല്ലൊരു തെളിവ് ഞങ്ങൾക്ക് ഇത്രയും നാൾ എന്താണ് നേടാൻ പറ്റിയതിനെക്കുറിച്ചുള്ള. പിന്നെ നിങ്ങളിപ്പോൾ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടെന്ന് കാണുകയാണെങ്കിൽ, പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ G20 അവിടെ പറയുന്നുണ്ടല്ലോ സ്കിൽസ് മാപ്പിംഗ്. അതായത് എല്ലാ രാജ്യത്തിലും, അതായത് പ്രത്യേകിച്ച് നമ്മുടേതുപോലുള്ള രാജ്യത്തിൽ യുവജനങ്ങൾ ഉണ്ടാവാറുണ്ട്, അവർക്ക് നല്ല ടാലന്റ് ഉണ്ടാവാറുണ്ട്. ചിലർ എഞ്ചിനീയേഴ്സ് ആണ്, ചിലർ ഡോക്ടേഴ്സ് ആണ്, ചിലർ ആർക്കിടെക്ട്സ് ആണ്, ചിലർ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ആണ്. അപ്പൊ അങ്ങനെ ലോകത്തിലെ സ്കിൽസ് മാപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ G20 കാരണം ഒരു തരത്തില് ഭാരതത്തിന്റെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു ഗ്ലോബൽ വർക്ക് സ്പേസില്ലേ, അതിന്റെ വാതില് കുറച്ചുകൂടെ ഒന്ന് തുറന്നു കിട്ടുകയാണ്. അതൊരു ഉദാഹരണമാണ്. ഞാൻ നിങ്ങൾക്ക് മറ്റൊരു ഉദാഹരണവും തരാം. നമ്മുടെ നാട്ടിലേക്ക് വന്ന എല്ലാ അതിഥികളും അവരൊക്കെ ഭാരതത്തിന്റെ ടാലന്റ് കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ആ 2 ദിവസത്തിനകം എന്തെങ്കിലും ഒരു പ്രത്യേക കാര്യത്തെപ്പറ്റി ചർച്ച നടന്നിട്ടുണ്ടെങ്കിൽ അത് ചന്ദ്രയാണിനെ പറ്റിയാണ്. 1-2 ഇടത്തില് ആൾക്കാർ അവർ 5Gയെ പറ്റി സംസാരിച്ചു, ചിലർ വാക്സിനെ പറ്റി സംസാരിച്ചു. പക്ഷേ എല്ലാത്തിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത്, അതായത് ഏറ്റവും കൂടുതൽ മൈറ്റിൽ നിൽക്കുന്നത്, അതായത് എല്ലാവരുടെ മനസ്സിൽ നിൽക്കുന്നത് അത് ചന്ദ്രയാണായിരുന്നു. ഇനി ഈ മനുഷ്യർ അവരുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകുമ്പോൾ അവര് ആലോചിക്കാൻ തുടങ്ങും, അവര് ഭാരതത്തിലേക്കാ വന്നേ, എന്ത് നല്ലൊരു ഓർഗനൈസേഷനാണ് അവിടെ കണ്ടേ, എന്തൊരു ടാലന്റാണ് ഭാരതത്തില്. അങ്ങനെ വരുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് എന്തുമാത്രം മാറുന്നറിയോ. ആൻഡ് ഫൈനലി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. അതായത് ഞങ്ങൾ ഈ പറഞ്ഞ G20 രാജധാനിയിലല്ല നടത്തിയേ, വിജ്ഞാൻ ഭവനിലല്ല നടത്തിയേ. ഇത് നമ്മുടെ രാജ്യത്ത് മുഴുവനായിട്ട് ആഘോഷിക്കപ്പെടുകയായിരുന്നു. 60 നഗരങ്ങളിലായിരുന്നു ഇത് ആഘോഷിക്കപ്പെട്ടെ. എല്ലാ സ്റ്റേറ്റിലും ഇത് ആഘോഷിച്ചു. അതുകൊണ്ട് ഇതിന്റെ ഫലം ടൂറിസത്തിലും കാണാൻ സാധിച്ചു. അപ്പൊ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, ജോലിക്കാര്യത്തിലായിക്കോട്ടെ, ടൂറിസത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഭാരതത്തിന്റെ ടാലൻസ്, അതായത് നമ്മുടെ ഇമ്പോർട്ടും എക്സ്പോർട്ടിന്റെ കാര്യമാണേലും അതിനെപ്പറ്റി പറയുകയാണേലും, അല്ലെങ്കിൽ നിങ്ങൾ റിസോഴ്സസിന്റെ കാര്യം പറയുകയാണേലും, ബാങ്ക്, അതായത് ലെൻഡിങ്, ഡെവലപ്മെന്റ് ആൻഡ് റിസോഴ്സസിന്റെ കാര്യമാണേലും, ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ എല്ലാ മേഖലകളിലും ഈ G20യുടെ നല്ലൊരു പ്രഭാവം ഉണ്ടായിട്ടുണ്ട്. ജയശങ്കർ സാർ, താങ്കൾ പറയുന്നതൊക്കെ ശരിയാണ്. പക്ഷെ ഇതിനു മുൻപും പ്രധാനമന്ത്രിമാരുണ്ടായിരുന്നല്ലോ. പക്ഷെ ഇങ്ങനെ ഉണ്ടാവാറില്ലായിരുന്നു. പക്ഷേ ജയശങ്കർ സാർ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ടല്ലോ. രാജ്യം മുഴുവനും നിങ്ങൾ പബ്ലിസിറ്റി കൊടുത്തു, രാഷ്ട്രീയമായി മുതലെടുക്കാൻ നോക്കി, ഒപ്പം മോദിജിയുടെ ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാടിനാണ്, ഭാരതത്തിനാണ്. ചിലരെനിക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും ഫോട്ടോസ് അയച്ചിട്ടുണ്ട്. അതായത് ഇതുവരെ നമ്മൾ എങ്ങനെ സിമ്പിളായിട്ടുള്ള ഭാരതം കാണിച്ചുകൊണ്ടിരുന്നു, പക്ഷെ നിങ്ങൾ എങ്ങനെ ഡെവലപ്പായ ഭാരതം കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഫോട്ടോസ് എൻ്റെ കയ്യിലുണ്ട്. അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്നും നേതാക്കന്മാർ വരുമ്പോൾ ഭാരതത്തെ നിങ്ങൾ എങ്ങനെയാണ് കാണിക്കുന്നതെന്നുള്ളത്. ഈ ഫോട്ടോ എനിക്കൊരു പ്രേക്ഷകനാണ് അയച്ചു തന്നത്. അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, ഇതിനു മുൻപ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ഭാരതത്തിനെ ഇങ്ങനെയാണ് കാണിക്കുന്നതെന്ന്. പക്ഷേ ഇപ്പോൾ താങ്കൾ കാണിക്കുന്ന ഭാരതം തികച്ചും വ്യത്യസ്തമാണ്. അതൊന്ന് കാണിച്ചൂടെ? തീർച്ചയായിട്ടും ആ ഫോട്ടോയും കാണിക്കുന്നതായിരിക്കും. നോക്കൂ, ഈ ഫോട്ടോയൊക്കെ കണ്ടതിന് ശേഷം നിതീഷ് കുമാറിന്റെ പാർട്ടിക്കാരെന്താ പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ ബീഹാറിനെ കുറിച്ച് കാണിക്കുന്നു, നളന്ദ യൂണിവേഴ്സിറ്റിയെ കുറിച്ച് കാണിക്കുന്നു, അപ്പോൾ എല്ലാ ക്രെഡിറ്റും നിതീഷ് കുമാറിന് വേണമെന്നാണ് പറയുന്നത്. ഇനിയിപ്പോ അങ്ങനെയാണെങ്കിൽ, അതായത് എല്ലാവർക്കും ക്രെഡിറ്റ് വേണമെന്നാണെങ്കിൽ, അത് നമ്മുടെ രാജ്യത്തിന് നല്ലതല്ലേ?
അപ്പൊ അതിന്റെ അർത്ഥം അവരത് അംഗീകരിക്കുന്നു എന്നാണ്. അതായത് എന്തൊക്കെ സംഭവിച്ചെന്ന് വെച്ചാൽ അത് രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന്. അതായത് ഇത് രാജ്യത്തിന്റെ ഒരു കൂട്ടായ ഒരു നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതാണെങ്കിൽ അത് പിന്നെ ഒരു നല്ല കാര്യമല്ലേ. ഇവിടെ G20 നടന്നുകൊണ്ടിരുന്ന അന്ന് വൈകിട്ട് നമ്മുടെ അവിടെ അത്താഴത്തിന്റെ സമയത്ത് അപ്പൊ അവിടെ നമ്മുടെ തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻജി പുള്ളിക്കാരനോടെ വന്നിരുന്നു. എന്നിട്ട് നമ്മളായിട്ട് സംസാരിക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? അപ്പൊ അദ്ദേഹം പറഞ്ഞ ആ ഉത്തരവുണ്ടല്ലോ, അതായത് നമ്മുടെ രാജ്യത്തില് ഏകദേശം 10 ഇവന്റ് നടന്നു, എന്നിട്ട് നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ നന്നായിരുന്നു എന്നും. അപ്പൊ ഞാനെന്താ പറയണമെന്ന് വെച്ചാൽ, നിങ്ങളിപ്പോ അദ്ദേഹത്തോട് ചോദിച്ചാലും അല്ലെ മമതാജിയോട് ചോദിച്ചാലും അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് നമ്മുടെ രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്ററായ അശോക് ഗെഹ്ലോട്ട്ജിയോടും ചോദിക്കാം. അദ്ദേഹം വന്നില്ല, പക്ഷെ എനിക്കറിയാം അദ്ദേഹത്തിന് കുറെ ഇവന്റ്സ് കൂടെ അവിടെ നടക്കണമെന്നുണ്ടായിരുന്നു. അത് രാജസ്ഥാനിൽ താങ്കൾ അവരെ പ്രശംസിച്ച് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി നോക്കുകയാണോ? അല്ലല്ല. അതെന്താന്ന് വെച്ചാലേ ഞാൻ രാഷ്ട്രീയത്തിൽ അതായത് എൻ്റർ ചെയ്തല്ലോ, പക്ഷേ നിങ്ങൾക്കറിയാലോ ഞാനൊരു പൊളിറ്റീഷ്യൻ അല്ലെന്ന്. പക്ഷേ എന്റെ ഉള്ളിലുള്ള കാര്യം ഞാൻ വളരെ നിഷ്പക്ഷമായിട്ട് പുറത്തു പറയും. താങ്കൾ അത്രേ താങ്കളുടെ ഉള്ളൂ. ഡബിൾ റോൾ നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നു. ശരിയല്ലേ? ആ, നോക്കൂ. അത് പിന്നെ ക്രെഡിറ്റ് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും കിട്ടണം. എവിടെ കിട്ടുന്നു? കേജ്രിവാൾ സാർ പറയുന്നത് ഞങ്ങൾ അവിടെ എല്ലാം മിനുക്കുകയൊക്കെ ചെയ്തു, പക്ഷെ ഞങ്ങൾക്ക് ഒരു ക്രെഡിറ്റും കിട്ടിയിട്ടില്ലെന്ന്. അതിപ്പോ എന്താന്ന് വെച്ചാൽ ക്രെഡിറ്റ് ഇപ്പൊ രാജ്യത്തിന് മുഴുവനായിട്ട് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ നേതാവ് ആരാണ്? അത് പ്രധാനമന്ത്രിയല്ലേ. അത് സ്വാഭാവികമല്ലേ. അപ്പൊ നമ്മള് പ്രധാനമന്ത്രിയെ ക്രെഡിറ്റ് ചെയ്യുമ്പോ നമ്മളെ തന്നെ അങ്ങോട്ട് സ്വയം ക്രെഡിറ്റ് ചെയ്യല്ലേ. അതായത് നമ്മളും അദ്ദേഹത്തെ സഹായിച്ചു എന്ന്. പ്രധാനമന്ത്രി മോദിജി ഇക്കാര്യത്തിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്തെന്നുള്ള ഒരു വീഡിയോ ഞങ്ങളുടെ കൈവശമുണ്ട്. അത് കാണാം. എല്ലാവർക്കും ഇപ്പൊ കാണിക്കുന്നതായിരിക്കും. Yes. ഇപ്പോൾ താങ്കൾ തന്നെ പറയുക, മോദിജി വേറെ വേറെ രാജ്യങ്ങളിലുള്ള വേറെ വേറെ ജനങ്ങൾ, വേറെ വേറെ ഭാഷ സംസാരിക്കുന്നവർ, ഇവരെ എല്ലാവരെയും മോദിജി സെറ്റാക്കി കഴിഞ്ഞോ? അത് സത്യമാണല്ലോ. അത് വാസ്തവമാണ്. പക്ഷേ ഇപ്പൊ നമ്മൾ മോദിജിയെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ആരെ മീറ്റ് ചെയ്യുകയാണേലും ഒരു കോമൺ പോയിന്റ് കണ്ടുപിടിക്കും. അതിപ്പോ ഞാനിപ്പോ അദ്ദേഹത്തിന്റെ കൂടെ ലോകം ചുറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം 10 വർഷമായി. എന്നിട്ട് ഞാൻ കണ്ടതെന്നാന്ന് വെച്ചാൽ ഈ 10 വർഷത്തിൽ പിന്നെ ഇദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം പ്രധാനമന്ത്രിയായപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല രജത് ജി, എല്ലാവരും പറയുമായിരുന്നു ആ സമയത്ത് ഇയാൾക്ക് ഈ ഫോറിൻ പോളിസീസിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല, എങ്ങനെ ഇത് ഇയാൾ ഹാൻഡിൽ ചെയ്യും, എന്ത് ചെയ്യും. അതേ പ്രധാനമന്ത്രിയാണ് നിങ്ങൾ ഇപ്പൊ കണ്ടേ. അദ്ദേഹത്തിന്റെ സക്സസ് എന്താന്ന് കണ്ടില്ലേ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഒരു തരത്തിൽ വളരെ ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ളൊരു ലീഡറാണ്. അതായത് ജനങ്ങളുടെ കൂടെ കണക്ട് ചെയ്യാറുണ്ട് അദ്ദേഹം. അതായത് ഇപ്പൊ നോക്കുകയാണെങ്കിൽ ജോ ബൈഡൻ, ആ. മോദിജിയും ട്രംപും സുഹൃത്തുക്കളാണെന്ന് ഞങ്ങൾ കരുതി. ജോ ബൈഡൻ ട്രംപിനെ തോൽപ്പിച്ചു വന്നു. അദ്ദേഹം ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സുഹൃത്താണ്. അത് പിന്നെ നമുക്ക് സമ്മതിച്ചല്ലേ പറ്റൂ. ഇത് മോദിജിയല്ലേ. അപ്പോ കാര്യം എന്താന്ന് വെച്ചാ, അല്ല പിന്നെ നിങ്ങൾ ഇത് മാത്രമല്ലേ പറയുന്നുള്ളൂ. പക്ഷെ ഇവരെക്കാളും മുമ്പ് ഒബാമ ഉണ്ടായിരുന്നല്ലോ. അപ്പോ ഇത് ഒരു തരത്തിൽ മോദിജിയുടെ ഒരു ക്യാരക്ടറാണ്. അതായത് ആരുടെ കൂടെ പുള്ളി കോണ്ടാക്റ്റിൽ വന്നാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിചയമുണ്ടല്ലോ. ഡൊണാൾഡ് ട്രംപിനൊപ്പം മോദി എങ്ങനെയാണ് സൗഹൃദമായതെന്ന് പറഞ്ഞു, വൈറ്റ് ഹൗസ് ഒക്കെ കാണിച്ചു കൊടുത്തു, എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ ജോ ബൈഡനോട് എങ്ങനെ സൗഹൃദം വെച്ചെന്നുള്ള കാര്യം പറയുക. ആദ്യം അവർ തമ്മിലുള്ള പരിചയം ഉണ്ടായത് 2014 ആ സമയത്ത് ജോ ബൈഡൻ അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. പിന്നെ അത് മോദിജിയുടെ ആദ്യത്തെ ചാൻസും ആയിരുന്നു US-ൽ. അദ്ദേഹം മെയ്യിൽ പ്രൈം മിനിസ്റ്ററായി സെപ്റ്റംബറിൽ US-ൽ വരികയും ചെയ്തു. ആ സമയത്ത് ഞാനായിരുന്നു US-ൽ അംബാസഡർ. അപ്പോൾ പിന്നെ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള കെമിസ്ട്രി എങ്ങനെയാന്ന് വെച്ചാൽ, ജോ ബൈഡൻ വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. അതായത് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളത് കറക്റ്റായിട്ട് പ്രകടിപ്പിക്കും പുള്ളി. അപ്പോൾ അദ്ദേഹമായിട്ടുള്ള ബന്ധം അവിടുന്ന് തുടങ്ങിയത്. അദ്ദേഹമാണെങ്കിൽ മോദിജിക്ക് ഒരു ലഞ്ച് ഹോസ്റ്റ് ചെയ്തിരുന്നു. എന്നിട്ട് പിന്നെ അദ്ദേഹം അവിടുത്തെ പ്രസിഡന്റ് ആയപ്പോൾ, അതായത് 2020 അവിടുത്തെ പ്രസിഡന്റ് ആയത്. അപ്പോൾ അത് വളരെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അതായത് അവർ തമ്മിൽ ആദ്യമായിട്ടൊരു പരിചയമുണ്ടല്ലോ, അതിൻ്റെ ഒരു പോസിറ്റീവ് അതായത് പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളുണ്ടല്ലോ,
അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു എഫക്റ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്കിവിടെ എന്താ കാണാൻ സാധിക്കുന്നത് വെച്ചാൽ തുടക്കത്തിൽ അദ്ദേഹം അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോ അദ്ദേഹത്തിന്റെ ആദ്യത്തെ ടേമിൽ തന്നെ ആ സമയത്ത് കോവിഡ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അന്നത്തെ മീറ്റിംഗ് ഒക്കെ വെർച്വൽ മീറ്റിംഗ് ആയിരുന്നു. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് മോദിജി ആയിട്ടായിരുന്നു. അത് ക്വാഡുമായിട്ട് സംബന്ധപ്പെട്ട് ഈ ക്വാഡ് ഗ്രൂപ്പിംഗ് ഇല്ലേ അതും ബന്ധപ്പെട്ടായിരുന്നു. എന്നിട്ട് അവര് മീറ്റ് ചെയ്തപ്പോ എനിക്ക് തോന്നി, അതായത് രണ്ടുപേരും പൊളിറ്റിക്സിൽ ഭയങ്കര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരാണ്. നിങ്ങളിപ്പോ ഇന്നത്തെ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സ് നോക്കുകയാണെങ്കിൽ ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിൽ ഞാൻ പറയും മോദിജി ആണ് ഇന്ന് സീനിയർ ആയിട്ടുള്ളത്, അതായത് പ്രസിഡന്റിന്റെയും പ്രൈം മിനിസ്റ്ററിന്റെയും ലെവലിൽ നോക്കുകയാണെങ്കിൽ. പക്ഷെ നിങ്ങളിപ്പോ മുഴുവൻ പൊളിറ്റിക്സിന്റെ ഹിസ്റ്ററി തന്നെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇദ്ദേഹത്തിന്, അതായത് ബൈഡന് ഏകദേശം 50 വർഷത്തിന്റെ അനുഭവമുണ്ട്. കാരണം അദ്ദേഹം വളരെ ചെറിയ പ്രായത്തിൽ സെനറ്റർ ആയതാ. അപ്പൊ അങ്ങനെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് ഒരുമിച്ച് കൂടുമ്പോൾ അവര് തമ്മിലുള്ള കണക്ട് എങ്ങനെയാന്ന് വെച്ചാൽ, അതും പ്രത്യേകിച്ച് ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലുള്ളവരാണെങ്കിൽ, പ്രസിഡന്റ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് മോദിജിയുടെ അടുത്തേക്ക് വന്ന് എനിക്ക് ഓട്ടോഗ്രാഫ് തരൂ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ പ്രസിഡന്റ് അടുത്തു നിന്ന് വലിയ കാര്യം തന്നെയല്ലേ? അദ്ദേഹം ഇതും പറയുണ്ടായി. അതായത് ഈ ജപ്പാനിൽ വെച്ച് ഓട്ടോഗ്രാഫിനെ പറ്റി പറഞ്ഞപ്പോ, അതായത് ഇദ്ദേഹത്തിന്റെ പോപ്പുലാരിറ്റി റേറ്റിംഗ് നോക്കൂ. അപ്പോ മറ്റ് പൊളിറ്റിക്കൽ ലീഡേഴ്സിന് മനസ്സിലാകാൻ സാധിക്കുന്നുണ്ട്. അതായത് 10 വർഷം കഴിഞ്ഞിട്ട് കൂടി നിങ്ങളുടെ പോപ്പുലാരിറ്റി റേറ്റിംഗ് അഥവാ 70% മേലെ ആണെങ്കിൽ അപ്പൊ പിന്നെ അതൊരു വലിയ കാര്യമല്ലേ? അവർക്കങ്ങനെ തോന്നി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റ് ആണ്. രണ്ടാമത് എന്താന്ന് വെച്ചാ, ഇവരൊക്കെ ഭാരതത്തിൽ വരുമ്പോ, ഭാരതത്തിനെ പറ്റി വായിക്കുമ്പോ, ഭാരതത്തിനെ പറ്റി എന്താ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാ അവർക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കഴിഞ്ഞ 10 വർഷം എന്തുമാത്രം മാറ്റമാണ് വന്നതെന്ന്. ഈ മാറ്റത്തിന്റെ കാരണം എന്താണെന്നും, ആ മാറ്റത്തിന്റെ കാരണം എന്താന്ന് വെച്ചാൽ ഇന്നിപ്പോ ഇവിടെ നമ്മുടെ രാജ്യത്തിൽ എല്ലാവരുടെയും കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. അത് കാരണം നമ്മുടെ ടാലൻസ് കൂടിയിട്ടുണ്ട്. ഇതൊക്കെ കൂടാൻ കാരണം നമ്മുടെ ലീഡർഷിപ്പാണ്. അതുകൊണ്ട് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, മോദിജിയോടൊപ്പം അവരുടെ ഫോട്ടോ സോഷ്യൽ മീഡിയകളിൽ വളരെ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം അവരെന്താ പറയുന്നതെന്ന് വെച്ചാൽ നരേന്ദ്രമോദി ഈസ് മോസ്റ്റ് ലവ് ലീഡർ ഇൻ ദി വേൾഡ് എന്ന് പറയുന്നു. വളരെയധികം ഇതുപോലുള്ള രാജ്യങ്ങളുണ്ട്, ഇതുപോലുള്ള ലീഡേഴ്സ് ഉണ്ട്. അവർക്കൊക്കെ നരേന്ദ്രമോദി ഇന്ന് ഒരു റോൾ മോഡൽ ആയി കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇവർക്കൊക്കെ എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇദ്ദേഹം ഭയങ്കര ഡിസൈസീവ് ആണ്, ഭയങ്കര ബോൾഡാണ്. അതായത് വലിയ വലിയ ചാലഞ്ചസ് ഒക്കെ അദ്ദേഹം വളരെ ഈസി ആയിട്ട് ഫേസ് ചെയ്യാറുണ്ട്. ഇദ്ദേഹത്തിന്റെ ചിന്ത വളരെ വിശാലമാണ്. അതായത് ഇന്നത്തെ ലോകം ഭയങ്കര ഹൈടെക് ആയിട്ടുണ്ട്, ടെക് സാവി ലോകമാണ് ഇന്ന്. അപ്പൊ അവർക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ ലോകത്തിൽ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ലോകത്തിലെ ലീഡേഴ്സിനെ നമ്മൾ അവരിൽ ടെക് സാവി ആരാണെന്ന് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേര് നമുക്ക് അവിടെയും കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏത് രാജ്യത്തിനാണേലും, ഏത് ലീഡറിനാണേലും, ഏത് രാജ്യത്തെ പബ്ലിക്കിനാണേലും അവരുടെ കാഴ്ചപ്പാടിന്നായിരിക്കും നോക്കുന്നത്. എന്നിട്ട് എവിടെങ്കിലും അവർക്ക്, പിന്നെ മോദിജിക്കാണെങ്കിൽ ഒരു പ്രത്യേകതരം പോപ്പുലാരിറ്റി ഒക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് എല്ലാവർക്കും അദ്ദേഹമായിട്ട് എവിടെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്സ്, അതായത് പ്രൈം മിനിസ്റ്റേഴ്സ് ഒക്കെ കാണാൻ വരുമ്പോൾ മോദിജിയെ കുറിച്ച് താങ്കളോട് എന്താണ് അവർ പറയാറ്? അതിപ്പോ എനിക്ക് ഏറ്റവും വലിയ പ്രോബ്ലം എന്താന്ന് വെച്ചാൽ എല്ലാവരും വരാറുണ്ട്, കാണാൻ ആഗ്രഹിക്കാറുമുണ്ട്. ഞാൻ ടൈം മാനേജറും കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു ചെറിയ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്. എല്ലാവരെയും ഇദ്ദേഹത്തെ എങ്ങനെയാ മീറ്റ് ചെയ്യിക്കുക, എങ്ങനെയാ ഓർഗനൈസ് ചെയ്യാന്നൊക്കെ. എല്ലാവർക്കും ഇദ്ദേഹത്തെ കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ട്. നിങ്ങളും കണ്ടു കാണുമല്ലോ, ആ G20 ഇങ്ങനെ തീരുന്ന സമയത്ത് ആ ഹാമർ ഇങ്ങനെ അടിച്ചിട്ട് അദ്ദേഹം ആ ഹാമർ അങ്ങോട്ട് കൈമാറിയില്ലേ, അതായത് ലൂലയുടെ കയ്യിലേക്ക് കൊടുത്തില്ലേ, അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്നും പറഞ്ഞ്, അതായത് പ്രോഗ്രാം കഴിഞ്ഞു എന്നും പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ആരൊക്കെ വന്നായിരുന്നോ, ഞാൻ ഉദ്ദേശിച്ചത് മറ്റ് ലീഡേഴ്സ് ആരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നോ അവർക്കൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, അതായത് ഇദ്ദേഹമായിട്ട് 1-to-1 മീറ്റിംഗ് നടത്താൻ. അതുകൊണ്ട് ഞങ്ങളുടെ പ്രോഗ്രാം അന്ന് രാത്രി വളരെ നീണ്ടുപോയി, രാത്രിയായി. കാരണം വന്നവരെല്ലാവരും അദ്ദേഹത്തെ കണ്ടിട്ടാണ് പോയത്. ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ മോദി ഇസ് ദി ബോസ് എന്ന് പറയണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ അല്ലേ? അദ്ദേഹം അങ്ങനെ പറയുന്ന രീതിയിൽ മോദിജി എന്ത് ഡയലോഗ് ആയിരിക്കും പറഞ്ഞിരിക്കുന്നത്? അത് പിന്നെ അദ്ദേഹം ഡയലോഗ് അടിച്ചതല്ല. മോദിജി അതായത് മോദിജി വരുമ്പോ അദ്ദേഹത്തിന്റെ ഡയലോഗ് തന്നെ റേഡിയേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം വരുമ്പോ നിങ്ങൾക്ക് തോന്നാറില്ലേ ഹീസ് ദ ബോസ് എന്ന്? സൗദി അറേബ്യയുടെ പ്രിൻസ് സൽമാൻ, അദ്ദേഹം ചിരിക്കുന്നത് അധികം ആരും കണ്ടിട്ടില്ല. പക്ഷേ മോദിജിയോടൊപ്പം അദ്ദേഹം വീണ് ചിരിക്കുകയാണ്. അതെ, ഇന്നത്തെ നമ്മുടെ സൗദി അറേബ്യയുടെ രാജകുമാരൻ, അദ്ദേഹം സ്വയം കാണുന്നത് അയാളെ തന്നെ സൗദി അറേബ്യയുടെ മോഡറൈസറായിട്ടാണ് കാണുന്നത്. അതായത് ഈ രാജ്യം, അതായത് ഇതിന്റെ മുമ്പുള്ള രൂപം നിങ്ങൾക്കറിയാലോ,
അവിടെ ഇന്ന് പല മേഖലകളിൽ വളരെയധികം മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് വുമൺസ് റൈറ്റ്സ്, അവർക്കുള്ള ഫ്രീഡം ലഭിക്കുന്നതിലും, അത് കഴിഞ്ഞ് പിന്നെ അവിടെ പിന്നെ പുതിയ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി, പുതിയ നഗരം തയ്യാറാക്കി. അങ്ങനെ ഒരു തരത്തിൽ നമ്മൾ നോക്കിയാൽ ഇന്ന് സൗദി അറേബ്യയിൽ നടക്കുന്ന വലിയൊരു മാറ്റം തന്നെയാണ്. അപ്പൊ അങ്ങനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്, നമ്മളിന്ന് ലോകം ഒട്ടാകെ നോക്കുകയാണെങ്കിൽ എവിടെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആർക്കെങ്കിലും അതുപോലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ, അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് അദ്ദേഹത്തിന് മനസ്സിലുണ്ടായിരുന്നു, അതായത് നമ്മൾ ഡിജിറ്റലില്, അതായത് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതായത് ഞാനിപ്പോ പുറത്തേക്ക് പോവുകയാണെങ്കിൽ, അതായത് ലോകത്തിൽ നമ്മുടെ രാജ്യത്തിൽ വരുന്ന ചേഞ്ചസ്, പ്രത്യേകിച്ച് ഡിജിറ്റൽ മേഖലയിൽ, ഇതിനെക്കുറിച്ച് ലോകത്തിൽ ഒട്ടാകെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട്, ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. അതായത് പല രാജ്യങ്ങളുടെ കയ്യിൽ വാക്സിൻ ഉണ്ടായിരുന്നു, പക്ഷെ നിങ്ങൾ എങ്ങനെയാ വാക്സിനേഷൻ ചെയ്തേ? കാരണം ചില നാടുകളാണെങ്കിൽ ഡെവലപ്ഡ് നാടാണ്, പക്ഷെ അവർക്ക് അവിടെ വലിയ രീതിയിൽ വാക്സിനേഷൻ ചെയ്യാൻ സാധിച്ചില്ല. ഇവിടെ ഇപ്പം നമുക്ക് കാണാൻ സാധിക്കും, അതായത് ഇന്ന് നമുക്ക് ഇവിടെ ഇപ്പം എല്ലാവർക്കും മുദ്രയിൽ ലോൺ കിട്ടാറുണ്ട്. ഒരുപക്ഷെ 40 കോടി ജനങ്ങൾക്ക് ഇവിടെ ലോൺ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അന്നയോജനയിൽ നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുകയാണെങ്കിൽ, അതായത് 80 കോടി ആൾക്കാർക്ക് ഭക്ഷണം ലഭിക്കുകയാണെങ്കിൽ, പിന്നെ അവരിവിടുത്തെ ലീക്കേജിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ, അതായത് നമുക്ക് ലീക്കേജുമായിട്ട് പഴയ ബന്ധം തന്നെ ഉണ്ടല്ലോ, ആ ലീക്കേജ് ഇന്ന് പൂർണ്ണമായിട്ട് നിന്നെങ്കിൽ അതിനെപ്പറ്റി അവർക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാനാണെങ്കിൽ ചില മറ്റേ ലീഡേഴ്സിന്റെ അടുത്തുനിന്ന് കേട്ടു, ഞങ്ങളുടെ ഇവിടെ ലീക്കേജ് ഉണ്ടാവാറുണ്ട്, ഞങ്ങൾക്കും ഇതൊന്നും തടയണമെന്നുണ്ട്. അപ്പോ ഒരാൾ എന്നോട് ചോദിച്ചു ഇതിന്റെ ടെക്നോളജി എന്താണെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ടെക്നോളജി ഡിജിറ്റലാണ്, പിന്നെ രണ്ടാമത്തെ ടെക്നോളജി മോദിജിയാണ്. അപ്പോ ഒരു ഫോട്ടോ ലോകം മുഴുവനും കണ്ടു കഴിഞ്ഞു. 70-ലും ഉപരി രാജ്യങ്ങളുടെ ഹെഡ് രാജ്ഘട്ടിൽ 4 പടം നിൽക്കുകയാണ്. അങ്ങനെ വരുന്ന സമയത്ത് മോദിജിയും ബൈഡനും മുന്നിലേക്ക് വരുന്നു, ബാക്കിയുള്ളവരൊക്കെ പിന്നാലെ വരികയാണ്. രാജ്ഘട്ടിലേക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോകണം എന്നുള്ള ഐഡിയ ആരുടേതാണ്? അത് പിന്നെ ഇതില് 2 കാര്യങ്ങളുണ്ട്. ഇത് മോദിജിയുടെ ഐഡിയ ആയിരുന്നു. കാരണം നമുക്കറിയാവുന്ന പോലെ ഗാന്ധിജിയെ പറ്റി പറയുകയാണെങ്കിൽ, എന്നെ സംബന്ധിച്ച് അദ്ദേഹം ഒരു ഐക്കോണിക് ഫിഗറാണ്. അതുകൊണ്ട് ഇവരെല്ലാം നമ്മുടെ രാജ്യത്തിലേക്ക് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ വലിയൊരു ലീഡറായ മഹാത്മാഗാന്ധിക്ക് ഒരു ശ്രദ്ധാഞ്ജലി കൊടുക്കാൻ അവിടെ പോയാൽ നന്നായിരിക്കും എന്ന് തോന്നി. എനിക്കിത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി, അവർക്കും അതായിരിക്കും തോന്നിയത്. അതുകൂടാതെ അവിടെ വന്ന കുറെ പേര് ഇതിനെക്കുറിച്ച് ആലോചിച്ച് ഭയങ്കരമായിട്ട് സന്തോഷപ്പെട്ടു. അതായത് ഇദ്ദേഹത്തിനെ കുറിച്ച് ഞങ്ങൾ കുറെ കേട്ടിട്ടുണ്ട്, ഇദ്ദേഹത്തിന്റെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ തന്നെ ഇവിടെ വന്ന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചപ്പോ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഇമോഷണൽ ഫീൽ ഇല്ലേ, അതിനെപ്പറ്റി ഇവരെല്ലാവരും ആ 3rd സെഷനിൽ കുറെ പേര് കുറെ സംസാരിക്കുകയും ചെയ്തു. കോൺഗ്രസ്സുകാരെന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഗാന്ധിജിയെ പോലും നരേന്ദ്രമോദി പബ്ലിസിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചെന്നാണ്. അല്ല, ഇപ്പൊ ഇനി അവരെ പറ്റി ഞാനത് പറയാനാ. അതായത് പറയുന്നവര് പറഞ്ഞോണ്ട് തന്നെ ഇരിക്കും, പ്രവർത്തിക്കുന്നവര് പ്രവർത്തിച്ചോണ്ടും ഇരിക്കും. സോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും നിങ്ങളോട് പറയുകയാണ്. ഈ G20 എന്ന പ്രോഗ്രാം ഒരു രാഷ്ട്രീയ പ്രോഗ്രാമേ അല്ല, ഇതൊരു രാജ്യത്തിന്റെ പ്രോഗ്രാമാണ്. നമ്മൾ എല്ലാവരും, അതായത് ഈ രാജ്യത്തിലെ ജനങ്ങൾ എല്ലാവരും ഇതിനെ വളരെ പ്രൗഡായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കന്മാർ വഴക്കം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിരഞ്ജൻ ചൗധരി മമതാ ബാനർജിയോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് അവിടേക്ക് പോയതെന്ന്. പോയത് മാത്രമല്ല, അമിത്ഷാ, യോഗി ആദിത്യനാഥ് എന്നിവരോടൊപ്പം ടേബിളിൽ ഒന്നിച്ചിരുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നു. എന്റെ സാറേ, ഇത് ഡെമോക്രസിയാണ്. ഇതൊരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. ഇവിടെ പലതരത്തിലുള്ള രാഷ്ട്രീയ തരത്തിലുള്ള ജനങ്ങൾ ഒരുമിച്ച് ചേർന്ന് ജോലി ചെയ്തേ പറ്റൂ. അവരെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അങ്ങനെ എല്ലാവരും ഒരുമിച്ച് ഈ ഈവന്റിന് ചേർന്ന് വന്നാൽ അത് ഈവന്റിന് വളരെ നന്നായിരിക്കും. ഈ സമയത്ത് വളരെ സങ്കുചിതമായിട്ടല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, മറിച്ച് ഈ സമയത്ത് നമ്മുടെ നാടിന്റെ പുരോഗതിക്കായിട്ട് നമ്മളെല്ലാവരും അഭിമാനം കൊള്ളണം. പക്ഷേ അതിനെ നിങ്ങൾ രാഷ്ട്രീകരിച്ച അതിനെപ്പറ്റി പിന്നെ എനിക്കൊന്നും പറയാനില്ല. ശശി തരൂർ ഒരു ഡിപ്ലോമാറ്റാണ്. അദ്ദേഹം ലോകം മുഴുവനും സഞ്ചരിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇവർ നന്നായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, പക്ഷേ അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതുപോലെ തന്നെ 2024 ഇലക്ഷനിൽ താങ്കൾ കാരണം കുറച്ചുകൂടി വോട്ട് കൂടുതൽ കിട്ടുമെന്ന് അദ്ദേഹം പറയുന്നു. 2024 നടക്കാൻ പോകുന്ന ഇലക്ഷൻ, അത് ഗവൺമെന്റിന്റെ റിപ്പോർട്ട് എന്താണെന്നാണ് കാണിക്കാൻ പോകുന്നത്. ഡെമോക്രസിയിൽ ഇങ്ങനെയൊക്കെയല്ലേ നടക്കുന്നത്, നിങ്ങൾ തന്നെ പറ. സോ എനിക്കെന്താ തോന്നുന്നതെന്ന് വെച്ചാൽ, 2024 നടക്കാൻ പോകുന്ന ഇലക്ഷൻസിൽ ഗവൺമെന്റ് റെക്കോർഡ് പ്രകാരം അദ്ദേഹം ഇത്രയും നാൾ ചെയ്ത നല്ല ജോലികൾക്ക് വേണ്ടി ഭാരതത്തിലെ ജനങ്ങൾ അവരുടെ ബ്ലെസ്സിങ്സ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കും. പക്ഷേ എലക്ഷൻസ് നടക്കുമ്പോൾ ഞങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ലെന്ന് ഇതൊന്നും അർത്ഥമാക്കുന്നില്ല. എന്റെ അഭിപ്രായത്തിൽ ഒരു കാലഘട്ടത്തിൽ
നമ്മുടെ ചിന്തകളൊന്നും അത്രയും ബ്രോഡല്ലായിരുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ഒരു തരത്തിൽ വളരെ ചെറുതായിട്ട് ചെയ്യൂ, അതും ഭയങ്കര പേടിച്ചിട്ടാ ചെയ്യുന്നത്. വലുതായിട്ട് നമ്മുടെ കയ്യിൽ വലിയ കോൺഫിഡൻസ് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ സംഗതികളൊക്കെ മാറി. പക്ഷെ പൊളിറ്റിക്സ് മാത്രം മാറിയിട്ടില്ല. അതായത് മോദിജിയും മോദിജിയുടെ പൊളിറ്റിക്സും മാത്രം മാറിയിട്ടില്ല. പക്ഷെ നാട് കംപ്ലീറ്റ് ആയിട്ട് മാറിയിരിക്കുന്നു. ജയശങ്കർ സർ, പ്രതിപക്ഷത്തിന്റെ പ്രശ്നം തന്നെ ഇതാണ്. ആദ്യം ചന്ദ്രയാന്റെ നല്ല പേര് മോദിജിക്ക് കിട്ടി, അതുപോലെ തന്നെ G20 ലഭിച്ചു. ശ്രീരാമക്ഷേത്രത്തിന്റെ ക്രെഡിറ്റ് ഇദ്ദേഹത്തിന് ലഭിക്കും, അതുകൊണ്ട് ജയിക്കുമെന്നാണ് പറയുന്നത്. അതെ, ഇത് ആക്ച്വലി അവരാലോചിക്കേണ്ടതാണ്. പിന്നെ ഞങ്ങളും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നല്ല അഭിപ്രായം എന്തുകൊണ്ടാണ് ഉണ്ടാവണേ? ഇവിടെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അങ്ങനെ തനിയെ നടക്കില്ലല്ലോ. ഈ G20 നമ്മൾ ജയിച്ചെങ്കിൽ കുറെ പേര് അതിന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ, അല്ലേ? എല്ലാ ലോകവും ജോയിന്റ് ഡിക്ലറേഷൻ നടക്കാൻ സാധ്യതയില്ലെന്നാണ് പറയുന്നത്. ആയിക്കോട്ടെ, നമുക്കിപ്പോ അതിനെപ്പറ്റി സംസാരിക്കാം. വീണ്ടും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നേ, ജോയിന്റ് ഡിക്ലറേഷൻ ഒന്നും നടക്കില്ലെന്ന്. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയല്ലേ? അതായത് ഇന്ന് ലോകത്തിന്റെ ഒരു സ്ഥിതി വെച്ച് നോക്കുമ്പോ എല്ലാവരുടെ അടുത്തുനിന്ന് സമ്മതം വാങ്ങുന്നത് അത്ര വലിയ എളുപ്പമുള്ള കാര്യമല്ല. അതുകൂടാതെ ഈ സമ്മിറ്റ് നടക്കുന്ന 2-3 ദിവസത്തിന് മുമ്പ് ഈ നെഗോസിയേഷൻസ് നടക്കുന്ന സമയത്ത് അപ്പോ എന്റെ ടീമിന്റെ ഒക്കെ കഴിഞ്ഞു എന്ന് പറയും, പിന്നെ ഉടനെ 1 മണിക്കൂർ കഴിയുമ്പോൾ ചില പ്രശ്നങ്ങൾ കയറി വരും. ഇങ്ങനെ തന്നെയായിരുന്നു അവിടെ സംഭവിച്ചുകൊണ്ടിരുന്നത്. സോ ഫൈനലി എന്താ നടന്നെന്ന് വെച്ചാ ഞങ്ങൾക്കത് എങ്ങനെയെങ്കിലും കൺക്ലൂഡ് ചെയ്തേ പറ്റൂ. അതില് ചില നാടുകൾ മാത്രം അതിനെ അനുകൂലിച്ചില്ല. സോ അവരുടെ ഹയസ്റ്റ് ലെവലിൽ മീറ്റ് ചെയ്യിപ്പിക്കണമെന്ന് തോന്നി. ശരിയായിട്ട് സംസാരിച്ച് ഇതെല്ലാം നമ്മുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അവരെ മനസ്സിലാക്കിക്കണമെന്ന് തോന്നി. കാരണം നമ്മൾ ആ യുക്രൈൻ സംഭവത്തെ പറ്റി ഒരു തീരുമാനത്തിൽ എത്തിയില്ലെങ്കിൽ നമ്മൾ ഏറ്റെടുത്തിരിക്കുന്ന മറ്റേ ജോലികളും നമുക്ക് തീർക്കാൻ പറ്റില്ല. സോ അത് വളരെ ദൃഢമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് എന്റെ ടീമിനോട് നേരെ മോദിജിയുടെ അടുത്ത് പോയി സംസാരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഇവര് 4 പേരുണ്ട്, ഈ 4 പേരോട് നിങ്ങൾ സംസാരിച്ചാൽ പറ്റൂന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. എന്നിട്ട് ഇത് എല്ലാവരുടെയും പൊതു തീരുമാനമാണെന്നും പറഞ്ഞ് ഡിക്ലെയറും ചെയ്തു. അത് പിന്നെ മോദിജി സംസാരിച്ചതുകൊണ്ടാണ് ജോയിന്റ് ഡിക്ലറേഷൻ സംഭവിച്ചതെന്ന് ആദ്യമായിട്ട് ഞങ്ങൾ അറിയുകയാണ്. ഇല്ല, അതാ ഞാൻ പറഞ്ഞ, ഇത് നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലം നമ്മൾ നോക്കിയ ഒരു വലിയ ലൗഞ്ചാണ്. ഈ സ്ഥലത്തേക്കാളും ഏതാണ്ട് 2-3 ഇരട്ടി ഉണ്ടാവും. മീറ്റിംഗ് തുടങ്ങുമ്പോൾ എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം തന്നെ പോയി എല്ലാവരോടും നേരിട്ട് സംസാരിക്കുകയും ചെയ്തു. അതായത് ഈ ലീഡേഴ്സിനോട് സംസാരിച്ചു. അവര് എല്ലാവരോടും പ്രത്യേകിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അതായത് ഈ കാര്യത്തില് എല്ലാവരും ഒന്ന് ചെറുതായിട്ട് കോംപ്രമൈസ് ചെയ്താൽ നല്ലതാവുന്നു. ഇത് ആക്സെപ്റ്റ് ചെയ്ത് എല്ലാവർക്കും നന്നായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഇതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ബെനിഫിറ്റേ ഉള്ളൂ. പിന്നെ നിങ്ങൾ സമ്മതിക്കാത്തത് കൊണ്ട്, നിങ്ങൾ പറയുന്ന ഒറ്റ കാരണത്താൽ ഈ മുഴുവൻ പ്രോസസ്സും നമ്മൾ നിർത്തിവെക്കേണ്ടി വരുമെന്നും പറഞ്ഞു. എന്റെ അഭിപ്രായത്തിൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ലീഡേഴ്സിനും അവരുടേതായിട്ടുള്ള വ്യക്തിപരമായ ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. പക്ഷേ മോദിജിയുടെ പുറത്ത് അവർക്ക് ഒരു റെസ്പെക്റ്റും ഉണ്ടായിരുന്നു. ഇതിനു മുൻപുള്ള കാര്യം നോക്കുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ പ്രൊഫഷനിലുണ്ട്. നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും അമേരിക്കയിലേക്കാണ് നോക്കുന്നത്, അല്ലെങ്കിൽ റഷ്യയിലേക്കാണ് നോക്കുന്നത്. അവരുടെ ലീഡേഴ്സ് എന്ത് ചെയ്യുന്നോ അതാണ് ശരി. മറ്റുള്ളവർക്ക് അവരെ പിന്തുടരുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നിങ്ങൾ റോള് തന്നെ മാറ്റിയിരിക്കുകയാണ്. അത് പിന്നെ നിങ്ങള് അത് സമയം മാറി എന്നല്ല പറഞ്ഞു വരുന്നേ. അത് മാറിയല്ലോ, ഞാൻ സമ്മതിക്കുന്നു. അതായത് ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് വെച്ചാ, കാലം മാറിയതാണോ അതോ നിങ്ങൾ മാറ്റിയതാണോ? അത് പിന്നെ നിങ്ങളിപ്പോ ഈ ചോദ്യം ഡിപ്ലോമാറ്റിനോടാണോ ചോദിക്കുന്നത്, പൊളിറ്റീഷ്യനോടാണോ ചോദിക്കുന്നത്? ഇപ്പൊ എന്റെ മുന്നിലുള്ളത് 2 in 1 അല്ലേ? എന്റെ ഒരു അഭിപ്രായത്തിൽ ചില കാര്യങ്ങൾ മാറിയിട്ടുണ്ട്, പിന്നെ ചില കാര്യങ്ങൾ മാറ്റിയിട്ടുമുണ്ട്. ഓപ്പോസിറ്റ് സൈഡിലുള്ളവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ സമ്മിറ്റ് ഒക്കെ ഞങ്ങളുടെ ഭരണകാലത്ത് നടന്ന കാര്യമാണെന്ന്. ബൈ ചാൻസിലാണ് ഇത് മോദിജി പ്രധാനമന്ത്രിയായ സമയത്ത്. സാറേ, അതാ അങ്ങനെയല്ല. 40 വർഷമായിട്ട് നിങ്ങൾ ഈ പ്രൊഫഷനിലുണ്ട്, ഞാനും 40 വർഷമായിട്ടുണ്ട്. ഇതേപോലുള്ളൊരു സമ്മിറ്റ് എപ്പോഴാണ് നടന്നിട്ടുള്ളത്? കാരണം ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന സമ്മിറ്റുകള് 1983 നോൺ അലയൻസ് സമ്മിറ്റ് ഞാനുണ്ടായിരുന്നു. ഞാൻ അവിടെ ജൂനിയർ ഓഫീസർ ആയിരുന്നു. അത് നടക്കുമ്പോൾ ഞാനുണ്ടായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഇന്ത്യ ഇപ്പൊ ഉള്ള ഒരു ഇന്ത്യ നടുക്ക് നിറയെ വളർച്ചയും മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട്. സോ എന്നെ അപേക്ഷിച്ച് നോക്കിയാൽ ഈ നാടും മാറിയിട്ടുണ്ട്. നമ്മുടെ ടാലൻസ് ആണെങ്കിൽ അതിലും നിറയെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മുടെ വിശ്വാസത്തിലും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ലീഡേഴ്സിന്റെ ഇടയിലും മാറ്റം വന്നിട്ടുണ്ട്.
ഓഡിയൻസിൽ നിന്ന് എന്തെങ്കിലും ചോദ്യം ചോദിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം. സർ, എന്റെ ചോദ്യം USA ആൻഡ് റഷ്യ രണ്ടുമേ വെവ്വേറെ നാടാണ്. ഇതിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നേ? ലോകത്തിൽ ഇപ്പോൾ കുറെ ആർഗ്യുമെന്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്, അതും യുക്രൈൻ കാരണം. സത്യം പറയണമെങ്കിൽ ഇത് സത്യത്തിൽ എനിക്കൊരു ചാലഞ്ച് തന്നെയായിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റാൻസേ എടുക്കാറുള്ളൂ. പലപ്പോഴും ജനങ്ങൾക്ക് ഒരിക്കലും ഞാൻ ഈ വശത്താണോ അതോ മറുവശത്താണോ എന്ന് മനസ്സിലാക്കാൻ പാടില്ല. ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ജനങ്ങൾ അവരെന്താണ് എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ആദ്യം കേട്ടു. അവർക്കുള്ള റെസ്പെക്റ്റും മര്യാദയും ഒക്കെ ഞാൻ കൊടുത്തേ പറ്റൂ എന്ന് ഞാനും വിശ്വസിച്ചു. യുക്രൈൻ വാറിനെ കുറിച്ച് താങ്കൾ സംസാരിച്ചു. Yeah. യുക്രൈൻ വാറിൽ നോക്കുകയാണെങ്കിൽ ഒരു സൈഡിൽ യൂറോപ്പ് ഉണ്ട്, ഒരു സൈഡിൽ അമേരിക്കയുണ്ട്, ഒപ്പം ഒരു സൈഡിൽ റഷ്യയുണ്ട്. ഇപ്പോ മോദിജി കാരണം പുടിനും ഒരു പ്രശ്നവുമില്ല. മോദിജിയുടെ അടുത്ത് യൂറോപ്പുകാർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. മോദിജി ചെയ്തതുകൊണ്ട് അമേരിക്കക്കാർക്കും ദേഷ്യമൊന്നുമില്ല. എല്ലാവർക്കും നമ്മൾ സഹായമായിരിക്കണം, എല്ലാവരും വളരണം.